അങ്ങനെ റിയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട്. എതിരാളികൾ മറ്റാരുമല്ല, ജർമ്മൻ മെമ്പർമാരായ ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ കൂടെ കളിക്കാനാണെങ്കിൽ ഇത്ര എളുപ്പമുള്ള കളിയല്ല, പക്ഷേ ഇത് റിയൽ മാഡ്രിഡിൻ്റെ കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു ഭാഗ്യം ഇതിൽ ലഭിക്കും. പിന്നെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റ നിരകൾ വളരെ അപകടകാരികളായ ആൾക്കാരാണ്. വിനി ജൂനിയർ, ബെല്ലിംഗ്ഹാം, റോഡ്രിഗോ, അങ്ങനെ നിരവധി പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ അവർ ഡിഫൻസ് നിര, റൂഡിഗർ, മെൻഡി, നാച്ചോ, അങ്ങനെ ഒരുപാട്, കർവാഗൽ, അങ്ങനെ ഒരു മികച്ച ഡിഫൻസീവാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഡോർട്ട്മുണ്ട് ഒട്ടും കൊച്ചു ടീമല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം അവർ വളരെയേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കൊരു UCL, ഈ ഒരു UCL അവർക്ക് നേടണം. പിന്നെ റിയൽ മാഡ്രിഡ് UCL നേടുന്ന വലിയ കാര്യമൊന്നുമില്ല. കാരണം 14 കപ്പ് UCLലുള്ള ഒരു ടീമാണ് റിയൽ മാഡ്രിഡ്. ഇത് 15ാമത്തെ കപ്പാക്കാൻ അവർക്ക് സാധിക്കുമോ, അതോ ഡോർട്ട്മുണ്ട് UCL നേടുമോ?